Traders welcome. So ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സാധാരണ എവിടെയും ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല നോർമലി. ബിക്കോസ് നമ്മൾ എല്ലാ സമയത്തും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ട്രേഡിംഗ് സ്ട്രാറ്റജി അല്ലെങ്കിൽ സൈക്കോളജി ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്കാണ്, റൈറ്റ്? ദാറ്റ് മീൻസ് ഡയറക്റ്റ് ട്രേഡിങ്ങിലേക്കാണ്. പക്ഷേ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എൻ്റെ ഒരു പ്രീ റുട്ടീൻ, അതായത് ആസ് എ ട്രേഡർ പ്രീ റുട്ടീൻ എന്ന് പറയുന്നത് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. പക്ഷേ സ്പെഷ്യലി ബിഗിനേഴ്സ് ആരും അതിനെക്കുറിച്ച് ബോധേഡാവാറില്ല. ഇത് പ്രീ റൂട്ടീൻ എന്ന് പറയുന്നത് നമുക്ക് എവിടെയും ഒരു എന്താ പറയണ്ടേ 1 2 3 എന്ന് പറഞ്ഞ് ഒരു ബുക്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കാണാറില്ല. എങ്ങനെയാണ് ശരിക്കും നമ്മൾ നമ്മുടെ പ്രീ റൂട്ടീൻ ചെയ്യേണ്ടത് എന്നുള്ളത്. ഇത് നമ്മൾ പഠിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടാണ്. അതായത് വെറുതെ തമാശ കളി കളിച്ചു കഴിഞ്ഞാൽ ട്രേഡിങ്ങിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. ലോങ് ടേം ഇവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ സീരിയസ് ആയി ഇതിനെ അപ്രോച്ച് ചെയ്തേ മതിയാവും. ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്തേ മതിയാവും എന്നുള്ള ഒരു ബോധത്തിൽ നിന്നാണ് നമ്മൾ ഈ പ്രീ റൂട്ടീൻ എന്ന് പറയുന്ന സാധനം ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത്. എനിക്കറിയാം നിങ്ങളിൽ പല ആൾക്കാരും ഇങ്ങനത്തെ ഒരു സംഭവം സാധാരണ ചെയ്യുന്നവരായിരിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ അത്ര കുറച്ചുകൂടി കാഷ്വൽ ആയിട്ട് എടുക്കുന്നവരായിരിക്കും, റൈറ്റ്? സാധാരണ എന്തെല്ലാവരും ചെയ്യുക, രാവിലെ എണീക്കുന്നു, നമ്മളുടെ നോർമൽ സംഭവങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ് കുടിയൊക്കെ കഴിഞ്ഞ് 9 മണിയാകുമ്പോൾ നേരെ ടെർമിനലിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ചിലപ്പോൾ അതിൻ്റെ മുമ്പേ കുറച്ച് എന്തെങ്കിലുമൊക്കെ നോക്കും. പക്ഷേ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ട്രേഡർക്ക് ആ ട്രേഡറുടെ പീക്ക് പെർഫോമൻസ് വരണം എന്നുണ്ടെങ്കിൽ, പീക്ക് പെർഫോമൻസ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ കുറച്ച് ജോലികൾക്ക് മാത്രം വേണ്ട ഒരു സംഭവമാണ് ഒരു അൾട്രാ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത്. ഒരു ഡേ ട്രേഡറെ സംബന്ധിച്ച്, ഈവൻ നോർമലി ഒരു സ്വിംഗ് ട്രേഡർ, ഷോർട്ട് ടേം സ്വിംഗ് ട്രേഡർ ആണെങ്കിൽ പോലും ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അൾട്രാ ഫോക്കസ്ഡ് ആയിരിക്കണം. ഈ ഫോക്കസ് എന്ന് പറയുന്ന സാധനം ശരിക്കും എവിടുന്നാണ് വരുന്നത്? നമ്മളുടെ മെന്റൽ ഫിസിക്കൽ പ്രിപ്പറേഷനിൽ നിന്നാണ്. കാരണം നമ്മൾ നോർമലി ഒരു കാര്യം അപ്രോച്ച് ചെയ്യുന്ന പോലെ ട്രേഡിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ലൈഫിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളൊരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് വണ്ടിയിൽ പോവുകയാണ്, റൈറ്റ്? നിങ്ങൾ ആ വണ്ടി ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുന്നു. എപ്പോഴാണ് നമ്മളുടെ ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിയെന്ന് പോലും നമ്മൾ ചിലപ്പോൾ അറിയില്ല. ബിക്കോസ് നമ്മൾ മോസ്റ്റ്ലി 99% ഓഫ് ദ ആൾക്കാർ ഓഫ് ഫോക്കസ് ആണ്. നമ്മൾ ചിലപ്പോൾ സംസാരിക്കുന്നുണ്ടാവും കൂടെയുള്ളവരോട്, ചിലപ്പോൾ നമ്മൾ മൊബൈലിൽ എന്തെങ്കിലും നോക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിഞ്ഞ കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. സോ നമ്മൾ ആ റൈറ്റ് പ്രസന്റ് മൊമെന്റിലല്ല ഉണ്ടാവുന്നത്, റൈറ്റ്? പക്ഷെ നമ്മളുടെ ആ ഒരു സെക്കൻഡ് നേച്ചറാണ് ഡ്രൈവിംഗ് അറിയുന്നവരെ സംബന്ധിച്ച് ഒരു പ്രശ്നമില്ലാതെ ഡെസ്റ്റിനേഷനിൽ എത്തുകയും ചെയ്യും. കാരണം നമ്മളുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് അവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ട്രേഡിങ്ങിലേക്ക് വരുന്ന സമയത്ത്, ട്രേഡിങ്ങിൽ സീരിയസ്ലി നമുക്കറിയാം ഒരു ബിഗിനിങ് സ്റ്റേജിൽ പ്രോഫിറ്റബിൾ ആവുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ആണ്. നിങ്ങൾ ഇതുവരെ ട്രേഡിംഗ് ചെയ്യുന്നവർക്കാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. അവിടെ ഇവിടെയൊക്കെ പ്രോഫിറ്റ് വരുന്ന പോലെയല്ല കൺസിസ്റ്റന്റ്ലി ലോങ് ടേം പ്രോഫിറ്റ് ആവുക എന്ന് പറയുന്നത്. സോ അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു ലെവലിലേക്ക് എത്താൻ നമ്മൾ ചെയ്യേണ്ട പ്രീ റൂട്ടീൻസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയാം. പീക്ക് പെർഫോമൻസ് എന്ന് പറയുന്ന ലെവലിൽ എത്തണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഒരു പെർഫെക്റ്റ് റൂട്ടീൻ ഡെയിലി ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇന്ന് നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ മൺഡേ ടു ഫ്രൈഡേ അല്ലെങ്കിൽ മൺഡേ ടു തേഴ്സ്ഡേ വരെയാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ മൺഡേ ടു തേഴ്സ്ഡേ ഒരു തരത്തിലും മിസ്റ്റേക്ക് ചെയ്യാതെ ഈ റൂട്ടീൻ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ ഫസ്റ്റ് സംഭവം എന്ന് പറഞ്ഞാൽ രാവിലെ പൊതുവെ ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അധികം ഏർലി വേക്കപ്പ് ചെയ്യാതിരിക്കും. ഇത് നോർമലി എനിക്കറിയാം, നമ്മൾ പൊതുവെ പറയുന്ന കാര്യമാണ് 4 o'clock എണീക്കുക അല്ലെങ്കിൽ 5 o'clock എണീക്കുക എന്നുള്ള കാര്യം. അത് ഓക്കെയാണ്, ഒരു നോർമൽ കണ്ടീഷനിൽ ഓക്കെയാണ്. പക്ഷെ പല സമയത്ത് പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ട്രേഡറിന് വേണ്ട ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കാര്യം നമ്മളുടെ കണ്ണാണ്. നിങ്ങൾക്കറിയാം നമ്മുടെ ബോഡിയിൽ, ഹ്യൂമൻ ബോഡിയിൽ ഏറ്റവും പെട്ടെന്ന് ടയേർഡ് ആവുന്ന ഒരു സാധനവും നമ്മുടെ ഐസാണ്. സോ നമ്മൾ 5 മണിക്കൊക്കെ എണീറ്റതിന് ശേഷം പല ആൾക്കാരും ചെയ്യുന്ന കാര്യം നല്ലതാണ് ചെയ്യുന്നത്. അതായത് എനിക്ക് കുറച്ചുകൂടി ട്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കണം എന്ന് പറഞ്ഞ് രാവിലെ എണീറ്റ് ചാർട്ടുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് സമയം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ആയാലും ബുക്സ് ആയാലും ഒരുപാട് സമയം നമ്മൾ അതിൻ്റെ പുറകെ സ്പെൻഡ് ചെയ്യും, റൈറ്റ്? ഇതൊക്കെ കൂടാതെ മൊബൈലും ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ നോക്കുന്നതൊക്കെ വേറെ ഉണ്ടാവും. സോ 9 o'clock ആകുമ്പോഴേക്കും നമ്മൾ ഓൾറെഡി നല്ലൊരു സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞു നമ്മളുടെ ഐസിന്, നമ്മളുടെ കണ്ണുകൾക്ക് നമ്മൾ നല്ലൊരു സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞു. ഒരു ഡേ ട്രേഡറുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുവാണെങ്കിൽ 9 to 11 എന്ന് പറയുന്ന സമയമാണ് ദ ബെസ്റ്റ് ടൈം, ഒരു നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയുടെ ബെസ്റ്റ് ടൈം എന്ന് പറയും. സോ നിങ്ങൾ ഓൾറെഡി അവിടെ നമ്മളുടെ പെർഫോമൻസ്, അതായത് ഫോക്കസ് ചെയ്യേണ്ട ആ ഒരു പീക്ക് പെർഫോമൻസ് നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞു. എന്ന് വെച്ച് രാവിലെ 8 മണി വരെ കിടന്നുറങ്ങണം എന്നല്ല. രാവിലെ എണീക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം
8 മണി വരെയെങ്കിലും സ്ക്രീൻസ് അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ പ്രിപ്പറേഷനും മറ്റു കാര്യങ്ങളൊക്കെ രാത്രി ചെയ്യുക. രാവിലെ കംപ്ലീറ്റ്ലി 8 മണി വരെ സ്ക്രീൻസ് അവോയ്ഡ് ചെയ്യുക. പിന്നെ ഹൈലി ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസ് കുറച്ച് ലൈറ്റ് ആയിട്ട് ചെയ്യുക. കാരണം നമുക്കറിയാം, നമ്മൾ ഓവർലി ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് നോർമൽ സ്മോൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറിച്ചല്ല, ചില ആൾക്കാർ ഭയങ്കര ഹെവി ആയിട്ട് രാവിലെ വർക്കൗട്ടൊക്കെ ചെയ്യുന്നവരുണ്ടാവും. സോ ആ രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി വീക്ക് ആവും. ഈ ബോഡിയുടെ വീക്ക്നെസ് നമ്മളുടെ മൈൻഡിനെ നോർമലി ബാധിക്കും. അതുകൊണ്ട് ഹെവി ആയിട്ടുള്ള വർക്കൗട്ട്സ് ഒക്കെ ഡെഫിനറ്റ്ലി ആഫ്റ്റർനൂൺ ചെയ്യാൻ ശ്രമിക്കുക. രാവിലെ നോർമലി ചെറിയ വർക്കൗട്ട്സോ കാര്യങ്ങളൊന്നും വിഷയമല്ല. പക്ഷെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മൈൻഡിനെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ലൈറ്റ് ആയിട്ട് റീഡ് ചെയ്യാം. ബുക്സ് നിന്ന് റീഡ് ചെയ്യാൻ ശ്രമിക്കുക. സ്ക്രീനിൽ നിന്ന് റീഡ് ചെയ്യുന്നതിന് പകരം, അല്ലെങ്കിൽ കിൻഡിൽ പോലെയുള്ള സംഭവങ്ങളാണെങ്കിൽ നമുക്കധികം ഐസിന് സ്ട്രെസ് ഉണ്ടാവില്ല. ചെറിയ റീഡിങ്, അത് കൂടാതെ മ്യൂസിക്, അങ്ങനത്തെ കാര്യങ്ങൾ ലിസൺ ചെയ്യാം. ഇതൊക്കെ ഓക്കെയാണ്. അതുപോലെ ചെറിയ എക്സസൈസുകൾ, മെഡിറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ട്രേഡറെ സംബന്ധിച്ച് ഫോക്കസ്ഡ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ്? ഈ കാര്യങ്ങളൊക്കെ ഈ സമയം കൊണ്ട്, പിന്നെ നമുക്കറിയാം നോർമലി നമ്മുടെ എല്ലാ റൂട്ടീൻസും ഉണ്ട്. കുളിക്കുക, ഭക്ഷണം കഴിക്കുക. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഈ ഫുഡ് എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി വലിച്ചു കയറ്റാൻ പാടില്ല. വൈ? നമ്മളുടെ ബോഡി ഒരിക്കലും സ്ലഗ്ഗിഷ് ആവാൻ നമ്മൾ സമ്മതിക്കരുത്. ആവശ്യത്തിനുള്ള വളരെ ലൈറ്റ് ആയിട്ടുള്ള രീതിയിൽ മാത്രം, നല്ല രീതിയിൽ, ലൈറ്റ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കണം എന്നല്ല ഞാൻ പറയുന്നത്, നല്ല രീതിയിൽ ഫുഡ് കഴിച്ച് റെഡി ആയിരിക്കുക. അതുപോലെ തന്നെ ഈ പ്രീവിയസ് ഡേയ്സിൽ പല ആൾക്കാരും ആൽക്കഹോളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ മെച്ചുവേർഡ് ആണ്. ഇതൊക്കെ നമ്മളെ ഒരു നെഗറ്റീവ് രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നതാണ്. പല ബിഗ് ട്രേഡേഴ്സ് അവരുടെ ബുക്കിലൊക്കെ പണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അവർ ട്രേഡിംഗ് ഉള്ള സമയത്തൊന്നും ആൽക്കഹോൾ ടച്ച് ചെയ്യാറില്ല. അതായത് അത്രയും സീരിയസ് ആയിട്ടാണ് അവരതിനെ അപ്രോച്ച് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം, നമ്മളുടെ പെർഫോമൻസ് നമുക്ക് മാക്സിമം വേണമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ടോട്ടൽ അർത്ഥം. ആ പെർഫോമൻസ് മാക്സിമം വരാൻ വേണ്ടി ഇതുപോലെയുള്ള കാര്യങ്ങളെ പല ആൾക്കാരും പറയാറുണ്ട്, ഞാൻ 4 മണിക്ക് എണീറ്റ് 3 മണിക്കൂർ ട്രേഡിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി അത് നല്ലതാണ്, പ്രിപ്പറേഷൻ. പക്ഷേ ടൈമിങ് കുറച്ച് പ്രോബ്ലമാണ് ആസ് എ ഡേ ട്രേഡർ. കാരണം നമ്മൾ ഒരു 9 മണിയാകുമ്പോൾ നമ്മുടെ പെർഫോമൻസ് പീക്കിലല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നും, നമുക്കിത് പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ ഒരു ട്രേഡിങ് ഇൻ ദ സോൺ എന്ന് പറയാറുണ്ട്. അതായത് ആ സോണിൽ ഇരുന്ന് ട്രേഡ് ചെയ്യുക. ആ ഒരു സോണിൽ ഇരുന്ന് ട്രേഡ് ചെയ്യണം എങ്കിൽ നമ്മൾ പീക്ക് പെർഫോമൻസിൽ ഉണ്ടായേ പറ്റൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മളെ ബ്രെയിനിനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മളൊരു റൂട്ടീൻ ഡെയിലി ചെയ്യുമ്പോൾ, നിങ്ങൾക്കറിയാം, രാവിലെ നിങ്ങൾ എണീറ്റു, മേ ബി ഒരു ഹാഫ് ആൻ അവർ ഒന്ന് സൈക്ലിംഗ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതുപോലെ കുറച്ച് മെഡിറ്റേഷൻ, കുറച്ച് മ്യൂസിക്, ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ സ്ലോലി ഒരു 8 മണി വരെ ഞാൻ പറഞ്ഞ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ ബാക്കി പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞ് ഇത് ഡെയിലി ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി വയർ ചെയ്യാൻ തുടങ്ങും. ബിക്കോസ് ആഫ്റ്റർ ദിസ് റൂട്ടീൻ വി ആർ ഗോയിങ് ഫോർ ട്രേഡിങ്. സോ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു സോണിലേക്ക് വരികയാണ് ചെയ്യുന്നത്, നമ്മൾ പോലും അറിയാതെ. പിന്നെ 8 മണി മുതൽ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് കുറച്ചുകൂടി ചാർട്ട് അല്ലെങ്കിൽ നമ്മളുടെ ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെ ഒരു കാര്യം കേസ് പറയാം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ട്രേഡിങ്ങിൽ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിരുന്നു. എനിക്കൊന്ന് ഞാൻ ചെയ്തതിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വീഡിയോ ഞാൻ പറയാൻ കാരണം, ഈ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്ന് പറയുന്നത് ജസ്റ്റ് പുൾ ബാക്ക് ആണ് എന്ന് പറഞ്ഞ് നമ്മളത് ഇഗ്നോർ ചെയ്യുകയല്ല വേണ്ടത്. അതിൻ്റെ പവർ, ആ മൂവ്മെൻറ്റിൻ്റെ സ്ലോപ്പിൻ്റെ സ്പീഡ് എത്രയാണ്, അത് എത്ര ഫ്ലാറ്റ് ആണ്, അല്ലെങ്കിൽ അത് വീക്ക് ആവുന്നുണ്ടോ എന്നുള്ള രീതിയിൽ നമ്മൾ ഡ്രോ ചെയ്ത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റിന്റെ ഡയറക്ഷൻ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഒരു ഇൻഡിക്കേറ്ററിനെയും എന്താ പറയണ്ടേ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. വേറെ ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടി കയറി ഇറങ്ങേണ്ടി വരില്ല മാർക്കറ്റ് എന്താണ് ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ട്. സോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാര്യത്തിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ചത്തെ ചാർട്ടൊക്കെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ലോങ് വീഡിയോ നമ്മളുടെ ട്രേഡേഴ്സ് ഹെഡ് സ്റ്റാർട്ട് കോഴ്സിൽ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് വരുന്ന വീക്കിലും ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് അതിന് വെരി ക്ലിയർ ക്ലാരിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. സോ കോഴ്സ് ഫ്രീ ആണ്. നിങ്ങൾക്കത് നമ്മളുടെ ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം ബൈ ഓപ്പണിംഗ് ഡിമാറ്റ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇനി നമ്മൾ നോക്കുന്നത് 8 മണിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. കാരണം 8 മണി 8:15 മുതൽ 9:15 വരെയുള്ള സമയം എന്ന് പറയുന്നത് മാർക്കറ്റ് ഓപ്പണിന്റെ മുമ്പേയുള്ള ടൈമാണ്. അപ്പോൾ നമ്മൾ ഒരു പീക്ക് പെർഫോമൻസിലേക്ക് വരുന്നതിൻ്റെ ഒരു പാർട്ട് ഞാൻ പറഞ്ഞു, ഫിസിക്കൽ ആൻഡ് മെന്റൽ ആസ്പെക്ട്. ഇനി നമ്മളുടെ അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്റ്റ് ആണ്. 8 മണിയാകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ജസ്റ്റ് മാർക്കറ്റിലെ നമ്മുടെ സ്ക്രീനും കാര്യങ്ങളൊക്കെ ആദ്യം അറേഞ്ച് ചെയ്ത് വെക്കുക. കാരണം ഇപ്പോൾ മൾട്ടിപ്പിൾ മോണിറ്റർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു മോണിറ്ററിൽ നിങ്ങളുടെ ബ്രോക്കറിന്റെ ലോഗിൻ ആയിരിക്കും. പല സമയത്തും ആൾക്കാർ 9:15 ആകുമ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയി ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ബ്രോക്കറിന്റെ ലോഗിൻ പോലും ചെയ്തിട്ടുണ്ടാവില്ല, മറന്നുപോയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെയ്യുക. ആദ്യം ബ്രോക്കറുടെ ലോഗിൻ ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങളുടെ ചാർട്ടിംഗ് പ്ലാറ്റ്ഫോം ഏതാണ്, ട്രേഡിംഗ് വ്യൂ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ
വേറെ ഏത് ബ്രോക്കറുടെ ചാർട്ടിംഗ് പ്ലാറ്റ്ഫോം തന്നെയാണെങ്കിൽ അതൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുക. ഒരു സ്ക്രീനിൽ ഇത്, മറ്റേ സ്ക്രീനിൽ അത് എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുക. ഇനി ഈവൻ മൊബൈലിൽ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടൊരു പ്രിപ്പറേഷൻ ഉണ്ടാവും, റൈറ്റ്? കാരണം എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കുക എന്നുള്ളത്. ഇതൊക്കെ ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ നമുക്ക് കാണിച്ചു തരാം. നമ്മളുടെ ഒരു അതായത് ഗ്ലോബൽ മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ വാച്ച് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. സോ ഈ സ്ക്രീൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇവിടെ ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യമാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. അതായത് ഇതെൻ്റെ ഒരു ഗ്ലോബൽ ഇൻഡീസസിൻ്റെ ഗ്ലോബൽ ഇൻഡേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിലത്തെയും ബാക്കിയുള്ള എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡേഴ്സിൻ്റെയും ഒരു വാച്ച് ലിസ്റ്റാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഈ വാച്ച് ലിസ്റ്റിൽ കൂടെ ഞാൻ വേറൊരു സമയത്തും പോകാറില്ല. കാരണം പല ആൾക്കാരും നൈറ്റിൽ തന്നെ പോയി അവിടെ ഇവിടെയൊക്കെ നോക്കി ഒരുപാട് കാര്യങ്ങൾ ഇതെന്താണ് അവിടെ പറയുന്നത്, അല്ലെങ്കിൽ ഡോ എന്തായി, രാത്രി ഡോ എവിടെയാണ് ഓപ്പൺ ആവുന്നത്, ഇങ്ങനെയൊന്നും നോക്കി വെറുതെ നിങ്ങളുടെ ടൈം, പ്രീഷ്യസ് ടൈം വെറുതെ വേസ്റ്റ് ചെയ്യാതിരിക്കുക. രാത്രി എന്ത് സംഭവിച്ചാലും നമ്മളെ സംബന്ധിച്ച് ആകെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മോർണിംഗിൽ ജസ്റ്റ് ബിഫോർ മാർക്കറ്റ് ഓപ്പൺ മാർക്കറ്റിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അതും നിങ്ങളുടെ ട്രേഡിംഗ് ഡിസിഷനെ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ബട്ട് ജസ്റ്റ് ഫോർ ആൻ ഓവറോൾ സെന്റിമെന്റ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ആദ്യം ഉള്ളത് നിഫ്റ്റിയുടെ നമ്മളുടെ ഇന്ത്യൻ നിഫ്റ്റി സ്പോട്ട് ചാർട്ടാണ്. അത് നമ്മൾ ജസ്റ്റ് അതിൻ്റെ മുകളിലൊരു റെഫറൻസിന് വേണ്ടി വെച്ചേ ഉള്ളൂ. പിന്നെ ഉള്ളത് ഇത് കാണുന്നത് SGX നിഫ്റ്റി, അതായത് നിഫ്റ്റി ഫ്യൂച്ചേഴ്സ്. ഇതിൻ്റെ SGX നിഫ്റ്റിയിലുള്ള നിഫ്റ്റി ഫ്യൂച്ചേഴ്സിൻ്റെ ചാർട്ടാണ് കാണുന്നത്. സോ നമുക്കറിയാം നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഓപ്പൺ ആയതുകൊണ്ട് മോസ്റ്റ്ലി അതുമായിട്ട് നല്ലൊരു കോറിലേഷൻ ആയിരിക്കും നമ്മുടെ നിഫ്റ്റി ഓപ്പൺ ആവുക. സോ നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റ് എവിടെയാണ് ഓപ്പൺ ആവാൻ പോകുന്നത് എന്നുള്ളത്. പക്ഷെ അത് വൺസ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഗ്ലോബൽ ഇൻഡെക്സസ് നോക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മളുടെ മാർക്കറ്റാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. ഓക്കെ, പിന്നെയുള്ള ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന സാധനമാണ് ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചേഴ്സ്. അതായത് US ഡോ ജോൺസ് ഇൻഡെക്സിൻ്റെ ഫ്യൂച്ചേഴ്സ് ചാർട്ട് എന്ന് പറയുന്നത് 24 hours ട്രേഡിംഗ് നടക്കുന്ന ഒരു സംഭവമാണ്. സോ അതിൽ നമുക്ക് അതായത് മാർക്കറ്റിൻ്റെ കറണ്ട് സെൻറ്റിമെൻറ്റ്, കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ കാണുന്ന 3 ചാർട്ട് ഉണ്ട്. അതായത് ഡോ ജോൺസ്, നസ്ദാക്ക്, S&P 500. S&P 500 എന്ന് പറഞ്ഞാൽ US 3 ഇൻഡേഴ്സസ് ആണ്. ഈ 3 ഇൻഡേഴ്സസും നമ്മളുടെ മാർക്കറ്റ് ക്ലോസ് ആയതിനു ശേഷമാണ് ഓപ്പൺ ആവുന്നത്. നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് മുമ്പേ ക്ലോസ് ആവുകയും ചെയ്യും. അതുകൊണ്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ 3 ഇൻഡേഴ്സസ് സപ്പോസ് ഡൗൺ ആണെന്ന് വിചാരിച്ചോളൂ, നല്ല രീതിയിൽ ഡൗൺ ആണെങ്കിൽ നെക്സ്റ്റ് ഡേ നമ്മൾ മോർണിംഗ് വേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഇത് എത്ര ഡൗൺ ആണെങ്കിലും ആ ഡൗൺ ആയ സ്ഥലത്ത് നിന്ന് ഈ ഡോ ജോൺസ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്ന സാധനം 24 hours ട്രേഡ് ചെയ്യുന്ന സാധനം ആയതുകൊണ്ട് അത് റിക്കവർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം മാർക്കറ്റ് സ്ലൈറ്റ്ലി ഇൻ ദ ബുള്ളിഷ് സൈഡ്, അല്ലെങ്കിൽ ആ ഒരു ബെയറിഷ്നെസ് കുറച്ചുകൂടി ഒന്ന് ലൈറ്റ് ആയിട്ടുണ്ടെന്ന് നമുക്ക് പൊതുവെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഞാൻ ഇവിടെ മുകളിൽ വെച്ചിട്ടുള്ള ഒരു സംഭവം നിങ്ങൾക്ക് കാണാം, ഹാങ്സെങ് എന്ന് പറയുന്നത് ഹോങ്കോങ്ങിന്റെ ഇൻഡെക്സ് ആണ്. ഇത് ഞാൻ വളരെ ക്ലോസ്ലി ഫോളോ ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പല സമയത്തും ഈ ഇൻഡെക്സ് നമ്മളുടെ ഇന്ത്യൻ ഇൻഡെക്സുമായിട്ട് നല്ല കോറിലേഷൻ കാണിക്കാറ്. അതുകൊണ്ട് തന്നെ ഹോങ്കോങ്ങിന്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ സമയത്തും ഒരു ഫോക്കസ് ചെയ്യാൻ പറ്റിയ സാധനമാണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് നിങ്ങൾ അവിടെ വലിയ റിസർച്ച് ചെയ്യാൻ പോകണ്ട, ജസ്റ്റ് നോക്കുക. ഒരൊറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും ദ ഹോൾ മാർക്കറ്റ് തിങ് എന്ന് പറയുന്നത് ബെയറിഷ് ആണ്, നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. ഈ താഴത്തെ സംഭവങ്ങൾ വിടുക, ഇത് ഗോൾഡ് അതുപോലെ മറ്റേ കമ്മോഡിറ്റീസിന്റെ ഒരു സെക്ഷനാണ്. അപ്പോൾ ഈ മുകളിലത്തെ ഇത്രയും സാധനം ഒറ്റയടിക്ക് നമുക്ക് നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു സെന്റിമെന്റ് കിട്ടും, മാർക്കറ്റ് ലൈറ്റ്ലി ബെയറിഷ് ആണ് എന്നുള്ള കാര്യം. പക്ഷേ ഈ ബെയറിഷ്നെസ്സിന് അവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ എല്ലാ സമയത്തും ഇവിടെ നെഗറ്റീവ് കണ്ടെന്ന് വെച്ചാൽ നിങ്ങളത് ബെയറിഷ് ആണെന്ന് വിചാരിക്കാൻ പാടില്ല. പല സമയത്തും പറ്റുന്ന കാര്യം എന്താ, സപ്പോസ് മാർക്കറ്റ് ഇങ്ങനെ തലേ ദിവസം ഇങ്ങനെ മുകളിലേക്ക് പോയി ഇവിടെയാണ് ക്ലോസ് ആയതെന്ന് വിചാരിച്ചോളൂ. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി പറയുന്നതാണ്. മാർക്കറ്റ് ഈ ഒരു ലെവലിലാണ് ക്ലോസ് ആയതെങ്കിൽ നെക്സ്റ്റ് ഡേ സപ്പോസ് മാർക്കറ്റ് ഇവിടെ, അതായത് ഇതിന്റെ താഴെ ഗ്യാപ് ഡൗൺ ആയിട്ട് എവിടെ ഓപ്പൺ ആയാലും നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് നെഗറ്റീവ് തന്നെയാണ്, റൈറ്റ്? അപ്പൊ അതിനുശേഷം ചിലപ്പോൾ ഇത് റിക്കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് കണ്ടാൽ അത് നെഗറ്റീവ് ആണെന്നുള്ള ഒരു ഡയറക്റ്റ് ഒപ്പീനിയനിലേക്ക് എത്തരുത്. ചിലപ്പോൾ ആ നെഗറ്റിവിറ്റിക്ക് ശേഷം മാർക്കറ്റ് മേ ബി റിക്കവറിങ് സ്ലൈറ്റ്ലി. അത് നമുക്ക് നമ്മളുടെ ഈ ഡോ ജോൺസ് ഫ്യൂച്ചേഴ്സും കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒരു ഏതെങ്കിലും ഒന്നിന്റെ ചാർട്ട് ഓപ്പൺ ആക്കി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും റൈറ്റ് നൗ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഇത്രയും ചെയ്യുമ്പോൾ ഇത് ഞാൻ പറഞ്ഞു, ഞാൻ പല സമയത്തും നമ്മളുടെ ഇവൺ ഐക്കണിക് പ്രോഗ്രാം ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നതാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാറില്ല അധികം. ജസ്റ്റ് രാവിലെ നോക്കി ഒരു ഏകദേശം ഒരു ഐഡിയ കൊണ്ടുവരുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവിടെ അങ്ങനെ ആകുന്നുണ്ട്, ഇതിപ്പോൾ ഡോ ജോൺസ് ഫ്യൂച്ചേഴ്സ് താഴേക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഓൾറെഡി നമ്മുടെ ബ്രെയിൻ വളരെ എക്വിപ്ഡ് ആണ് നമുക്കുള്ള ചാർട്ട് നോക്കാൻ വേണ്ടി തന്നെ. അതിൻ്റെ കൂടെ നിങ്ങൾ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ലൈവ് മാർക്കറ്റിൽ അനാലിസിസ് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഡിഫിക്കൽട്ട് ആയിരിക്കും. പല ആൾക്കാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ ഒരു
സ്ക്രീനിൽ ഡോ ജോൺസ് ഓപ്പൺ ആക്കി വെക്കണം. സി ഗൈസ്, ഡോ ജോൺസ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഇന്ത്യൻ മാർക്കറ്റ് ചിലപ്പോൾ മൂവ് ചെയ്യുമായിരിക്കും. പക്ഷേ എല്ലാ സമയത്തും അതുപോലെ ആയിരിക്കണമെന്നില്ല. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ നല്ല നല്ല ഒരുപാട് ചാൻസസ് മിസ്സാവും. ഇതിൽ എൻട്രി ചെയ്യാതിരിക്കും, അല്ലെങ്കിൽ നല്ല എൻട്രീസ് പോലും നിങ്ങൾ പേടിച്ച് എക്സിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പല സമയത്തും നിങ്ങളോട് പറയുന്നത് ജസ്റ്റ് വാച്ച് യുവർ ചാർട്ട്സ് എന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ് ജസ്റ്റ് നിങ്ങൾക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സ്റ്റോക്കിലേക്ക് പോയിട്ട് ഏത് സെക്ടറാണ് പിന്നെ കുറച്ചുകൂടി നന്നായിട്ട് പെർഫോം ചെയ്യുന്ന സെക്ടേഴ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ തന്നെ നോക്കിയാൽ മനസ്സിലാവും. ഈ ചേഞ്ച് എന്ന് പറയുന്നത് ജസ്റ്റ് രണ്ട് സൈഡിലേക്കും മാറ്റി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ അതും ഞാൻ പറഞ്ഞു, റോക്കറ്റ് സയൻസ് അനാലിസിസ് ഇവിടെ ചെയ്യേണ്ട, ജസ്റ്റ് ഫോർ ആൻ ഐഡിയ. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ഏതെങ്കിലും ഒരു സെക്ടറാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ് ഞാൻ HDFC ബാങ്കിൽ ലോങ് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ കാണുവാണ് നിഫ്റ്റി ബാങ്ക് ഈസ് ദ മോസ്റ്റ് അഫക്റ്റഡ് അല്ലെങ്കിൽ മോസ്റ്റ് നെഗറ്റീവ് തിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ബാക്കിയുള്ള എല്ലാ ഇൻഡസ്ട്രീസിനേക്കാളും ഡൗൺ ആകുന്ന സമയത്ത് അവിടെ കുറച്ചുകൂടി കെയർഫുൾ ആയിരിക്കണം നമ്മളുടെ ഇൻട്രാഡേ ലോങ് ട്രേഡ്സ് എടുക്കാൻ പാടില്ല എന്നല്ല. അപ്പോൾ ഇതുപോലെയുള്ള ഒരു ജസ്റ്റ് ഒരു ഐഡിയ മാത്രമാണ് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുക. അല്ലാതെ അതും ഞാൻ പറഞ്ഞു അതിൻ്റെ ഡീപ്പിലേക്ക് ഡൈവ് ചെയ്ത് ഓരോ ചാർട്ട് നോക്കി സെക്ടറൽ ഇൻഡിസസിൻ്റെ ചാർട്ട് നോക്കി കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടായിരിക്കുക. ഇനിയിപ്പോൾ ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സ് ആണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളിത് നോക്കുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പം നിഫ്റ്റി മുകളിലേക്ക് പോകുന്നു, ചില സമയത്ത് നിഫ്റ്റി മുകളിലേക്ക് പോകുന്നത് ചില മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ടേഴ്സിനെ കൊണ്ടായിരിക്കില്ല. അതേസമയത്ത് ചില സമയത്ത് നിഫ്റ്റി മുകളിലേക്ക് പോകുന്നത് നിഫ്റ്റി IT പോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ടേഴ്സിനെ കൊണ്ടായിരിക്കും. സോ അതിൻ്റെ പവർ ഡെഫിനറ്റ്ലി വ്യത്യാസം ഉണ്ടാകും ആ മൂവ്മെൻറ്റ്സിൻ്റെ. ഇപ്പോൾ നിഫ്റ്റി IT ഒക്കെ നിങ്ങൾക്കറിയാം നമ്മളുടെ US പല കാര്യങ്ങളും ഡയറക്റ്റ്ലി എഫക്ട് ചെയ്യുന്ന ഒരു സെക്ടറാണ്. സോ ഇത് അല്ല നിഫ്റ്റി ഫാർമ ഇതുപോലെയുള്ള സെക്ടേഴ്സ് ഒക്കെ. സോ ഇതൊന്ന് ജസ്റ്റ് നോക്കി, ഇതൊക്കെ കുറേ ദിവസം നിങ്ങൾ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആർക്കും ഇത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരണ്ട. കുറേ ദിവസം നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ വരും ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്നുള്ളത്. അതുപോലെ നിങ്ങളുടെ സ്റ്റോക്കും നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം, 8 മണിക്ക് ശേഷം നമ്മൾ ഇതൊക്കെ ചെയ്ത് 9 മണിയാകുമ്പോൾ നമുക്കറിയാം മാർക്കറ്റ് ഓപ്പൺ ആവും. അപ്പോൾ പ്രീ മാർക്കറ്റ് 9:08 വരെയാണ്. 9:07 9:08 വരെ നടക്കുന്ന പ്രീ മാർക്കറ്റിന് ശേഷം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്ക് എവിടെയാണ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ ട്രേഡിംഗ് വ്യൂലാണെങ്കിൽ ആ പ്രീ ഓപ്പൺ നമുക്ക് അവിടെ ഒരു മാർക്കിംഗ് ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലിന് എത്ര മുകളിലാണ് താഴെയാണ് ഒക്കെയുള്ളത് നോക്കും. ഇനി നിങ്ങളുടെ ചാർട്ടിൽ പ്രീ മാർക്കറ്റ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൈസ് നോക്കി, അതായത് പ്രൈസിൽ ഇത് അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും, ചാർട്ടിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവില്ല. പല ബ്രോക്കേഴ്സ് ടെർമിനലിലും നിങ്ങൾ അവിടുന്ന് അത് നോക്കി അവിടെ ഒരു ലൈൻ വരച്ചു നോക്കി, ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ആവാൻ പോകുന്നത്. പല സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ പ്രീ മാർക്കറ്റ് മാർക്ക് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഈ പ്രീ മാർക്കറ്റ് പല സമയത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലായിരിക്കും വിത്ത് റെസ്പെക്ട് ടു പ്രീവിയസ് പ്രൈസ്. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ പ്രീവിയസ് ക്ലോസ്, അല്ലെങ്കിൽ പ്രീവിയസ് ഹൈ, പ്രീവിയസ് ലോ, ഇതുപോലെയുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ പ്രീവിയസ് വീക്ക്ലി ഹൈ, പ്രീവിയസ് വീക്ക്ലി ലോ, ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലത്തായിരിക്കും ഈ ഒരു പ്രീ ഓപ്പൺ മോസ്റ്റ്ലി വരിക. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഡെഫിനറ്റ്ലി, അതുകൊണ്ട് തന്നെ പല സമയത്തും ചെറിയ ക്യാൻഡിൽ ആദ്യം നമുക്ക് ഒരു ഗ്യാപ്പ് അപ്പിന് ശേഷം മാർക്കറ്റ് ഭയങ്കര റാൻഡമായിട്ട് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. റൈറ്റ്, നമ്മൾ ഗ്യാപ്പ് സ്ട്രാറ്റജിയിൽ പറഞ്ഞിട്ടുണ്ട് ട്രേഡേഴ്സ് സ്ട്രാറ്റജിയിൽ അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന്. പക്ഷേ ഇതും കൂടെ കാണുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇങ്ങനെയാണല്ലോ സംഭവം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ 9:15 ആകുമ്പോഴേക്ക് നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കും. അതായത് ആ ഒരു ട്രേഡ് ചെയ്യാനുള്ള കറക്റ്റ് മെൻറ്റാലിറ്റിയിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. കാരണം അങ്ങനെ ഒരു മെൻറ്റാലിറ്റി വന്നു കഴിഞ്ഞാൽ സ്ലോലി നിങ്ങൾക്ക് നിങ്ങളുടെ നെക്സ്റ്റ്, അതായത് പിന്നെ നമുക്ക് വേണ്ട എന്താ, ട്രേഡിംഗ് ടൈമിലെ പെർഫോമൻസ്, റൈറ്റ്, അത് നെക്സ്റ്റ് പീക്ക് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ട്രേഡിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു കയ്യിൽ മൊബൈലും ഒരു കയ്യിൽ ലാപ്ടോപ്പും വെച്ച് ട്രേഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾ മൊബൈലിലാണ് ഓർഡറൊക്കെ പഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാത്രം ഓപ്പൺ ചെയ്യുക. അതിൻ്റെ കൂടെ ഇൻസ്റ്റാഗ്രാം സ്ക്രോളിംഗ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ അഗെയിൻ നിങ്ങളുടെ ഫോക്കസ് ഓഫ് ആകും. നമുക്ക് തോന്നും 5 മിനിറ്റ് അല്ലേ 2 മിനിറ്റ് അല്ലേ എന്ന്. ബട്ട് നോ, ഞാൻ ഇവിടെ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ മൊബൈൽ പോലും സൈലന്റ് ആക്കി ഡ്രോയിൽ വെക്കുകയാണ് ചെയ്യുക, അത് തൊടാറില്ല. സോ ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ഡെഫിനറ്റ്ലി നിങ്ങളുടെ ട്രേഡിംഗ് വലിയൊരു ഡിഫറൻസ് ഉണ്ടാകും. നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.